ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് ഡി ബി കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡേറ്റാബേസിൽ ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഡി ബി കോണ്ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ AngularNet Core എന്ന പ്രോജക്റ്റ് ഫോൾഡറിൽ തന്നെ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഞാനിവിടെ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു ക്ലാസ് ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം. അതിൽ നമുക്ക് ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു വിടാം. .cs നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്ന് നമുക്ക് ക്ലാസ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇനി നമുക്ക് ഡി ബി കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഡേറ്റ കളക്ഷന് ശേഷം, അതായത് ഈ ക്ലാസ് നെയിം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഡി ബി കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ആക്ച്വലി എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിനകത്താണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തത്, നമുക്ക് ഡി ബി കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഡി ബി context instance represents a session with the database and can be used to query and save instances of your entities. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ക്വറി ചെയ്ത് അതുപോലെ നമുക്ക് എന്തെങ്കിലും എൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് ഡി ബി കോണ്ടെക്സ്റ്റിൻ്റെ യൂസ്. അപ്പോൾ ഞാൻ ഈ ഡി ബി കോണ്ടെക്സ്റ്റ് എൻ്റർ ചെയ്യും. അപ്പോൾ ഡി ബി കോണ്ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. അതായത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. അത് യൂസിങ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാക്കേജിൽ നിന്ന് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരണം. സോ ഈ നിങ്ങൾ ഇപ്പോൾ റിയാക്ട് ആംഗുലറിലൊക്കെ നമ്മൾ ഇമ്പോർട്ട് ഹെഡറിനകത്ത് നമ്മൾ ഇമ്പോർട്ടൊക്കെ ചെയ്യില്ല, മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യില്ല, അതേ സെയിം സാധനമാണ് നമ്മൾ C# ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസിങ് വെച്ചിട്ട് നമ്മൾ ഡി ബി കോണ്ടെക്സ്റ്റിനെ അങ്ങ് എടുക്കും. പിന്നെ നമുക്കിങ്ങനെ ക്വിക്ക് ആക്ഷൻസ് ആൻഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്ലാസ് നെയിമിനകത്ത് നമ്മൾ ക്വിക്ക് ആക്ഷൻസ് ആൻഡ് ക്വിക്ക് ആക്ഷൻസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജനറേറ്റ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ആയി വീഴും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഈ കൺസ്ട്രക്ടറിൻ്റെ യൂസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ കോൾ ചെയ്താൽ അല്ലെങ്കിൽ ക്ലാസ് ജനറേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടറിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആയിരിക്കും നമ്മൾ കൂടുതലും എന്താ പറയുക, കൺസ്ട്രക്ടറിനകത്തായിരിക്കും നമ്മൾ ഡി ബി കോണ്ടെക്സ്റ്റിനൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ ഒരു സിമ്പിൾ മെത്തേഡ് പറയാം. ഇപ്പോൾ ഷോ പൊട്ടൻഷ്യൽ ഫിക്സസിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് പ്രൈമറി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ തന്നെ ഇതങ്ങ് കൺസ്ട്രക്ടർ ക്ലാസ്സായി മാറി, അതായത് പ്രൈമറി കൺസ്ട്രക്ടറായിട്ട് മാറി. നമുക്ക് ആക്ച്വലി ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് വിളിച്ചാൽ നമുക്ക് ഈ കൺസ്ട്രക്ടറിനകത്തിരിക്കുന്ന കോഡാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ക്ലാസ് മാറ്റിയിട്ട് എനിക്കിത് പ്രൈമറി കൺസ്ട്രക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലാസ് നെയിം കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണോ അത് ഇവിടെ വരും. ഇപ്പോൾ ഡി ബി കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഡേറ്റാബേസിനകത്തോട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡി ബി കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് പ്രോപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഇൻറ്റ് മാറ്റിയിട്ട് നമുക്കിവിടെ ഡി ബി സെറ്റ് നമ്മൾ വിളിക്കണം. ഓക്കെ, ഡി ബി സെറ്റ് വിളിക്കണം. ഡി ബി സെറ്റിന് നമുക്ക് ഇങ്ങനെ ഒരു എറർ അടിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ടി എന്നിപ്പോൾ തൽക്കാലം കൊടുക്കുക. ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം, എൻറ്റിറ്റി ഏത് ടൈപ്പ് വേണമെങ്കിൽ ആവാം. ഇപ്പോൾ ഡി ബി സെറ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു എൻറ്റിറ്റി ആണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് യൂസർ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ഈ ക്ലാസ് നെയിം ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഈ ഡേറ്റ കളക്ഷൻസിൽ ടി മാറ്റിയിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വയ്ക്കും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ASP.NET Core .entities അതിനകത്തുള്ള യൂസർ ഡീറ്റെയിൽസ്, ഈ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ഇപ്പം ഞാനിവിടെ F12 അടിച്ചു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് കാണിക്കുന്നുള്ളൂ, 1 റെഫറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എവിടെയൊക്കെ യൂസ് ചെയ്തതെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തു DB സെറ്റ് യൂസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മൈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന നെയിം മാറ്റിയിട്ട് ഞാനിവിടെ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ് ഞാനിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം സേവ് ചെയ്തിട്ട് ഞാനിവിടെ യൂസർ ഡീറ്റെയിൽസിൻ്റെ എൻറ്റിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ID നമുക്കറിയാം, ആക്ച്വലി അതൊരു യുണീക്ക് കീ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൈമറി കീ ആണ്. അപ്പോൾ ഇതിന് വേറെ നമ്മൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അറിയത്തില്ല, നമുക്ക് ഏതാണ് നമുക്ക് യൂണിക് കീ അല്ലെങ്കിൽ പ്രൈമറി കീ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സാധാരണ നമ്മൾ പബ്ലിക്കിൻ്റെ ID ഒരു ഡെവലപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ID ആക്ച്വലി ഒരു യുണീക്ക് കീ ആയിരിക്കും. ഇപ്പോൾ വേറെ വല്ലതും പേരായിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു ID ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിക് ഇൻറ്റിൻ്റെ മേളിൽ തന്നെ ഞാനിവിടെ കീ എന്ന് പറയുന്ന ഒരു സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കീ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന് മനസ്സിലാവും ഇതൊരു പ്രൈമറി കീ ആണ്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഞാനിവിടെ തൽക്കാലം ID എന്ന് പറയുന്നത് സെറ്റ് ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ യൂണിക് കീ ഏതെങ്കിലും വേറൊരു പേരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിഫയർ വെക്കാൻ പറ്റൂ, കീ ഐഡൻറ്റിഫയർ വെക്കാം. സോ അതുകൊണ്ട് മറ്റു ഡെവലപ്പേഴ്സിനെ കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും അത് ഒരു പ്രൈമറി കീ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ DB കോണ്ടെക്സ്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ പ്രൈമറി കൺസ്ട്രക്ടർ. സോ ഈ ഒരു ക്ലാസ്, ഈ ഡേറ്റ കളക്ഷൻ ക്ലാസ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ കൺസ്ട്രക്ടറിനകത്ത് ഇരിക്കുന്ന കോഡും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. ഇനി നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ program.cs ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കോൺഫിഗർ സാധനം ചെയ്യണം, അതായത് നമ്മുടെ ഡേറ്റാബേസ് ഇവിടെ കോൺഫിഗർ ചെയ്യണം. അതിന് ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ builder.services.add DB context. ഓക്കെ, add DB കോണ്ടെക്സ്റ്റിനകത്ത് ഇങ്ങനൊരു ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ add DB കോണ്ടെക്സ്റ്റിനകത്ത് വരേണ്ടത് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ ഇതാണ് നമ്മുടെ DB കോണ്ടെക്സ്റ്റുള്ള സാധനം. അതിനകത്ത് നമുക്ക് OPT ഓപ്ഷനാണ് അതിൽ വരുന്നത്. OPT.use SQLite. ഓക്കെ, യൂസ് SQLite, അതായത് നമ്മളെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിനകത്താണ് വരുന്നത്. യൂസ് SQLite ബ്രാക്കറ്റിനകത്ത് നമ്മുടെ കണക്ഷൻ സ്ട്രിങ് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ്ഗ്രേ ആണെങ്കിൽ അല്ലെങ്കിൽ SQL സെർവർ ആണെങ്കിൽ ഇതിന് വേറെ കണക്ഷൻ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന SQLite ആണ്. സോ SQLite നമ്മൾ കണക്ഷൻ സ്ട്രിങ് കൊടുക്കണം. അതിന് നമ്മളിവിടെ builder dot പ്രോപ്പർട്ടീസ് ഉണ്ട്, കോൺഫിഗറേഷൻ ഡോട്ട് ആഡ് കോൺഫിഗറേഷൻ. ഓക്കെ, ആഡ് കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ സെറ്റ് ചെയ്യുന്നത്, ഇവിടെ ഡീഫോൾട്ട് കണക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇവിടെ എന്താ എറർ കൊടുക്കുന്നു, ആക്ച്വലി ആഡ് അല്ല, ഇവിടെ ഗെറ്റ് കണക്ഷൻ സ്ട്രിങ് ആണ്. ഓക്കെ, ഗെറ്റ് കണക്ഷൻ സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സേവ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഇപ്പോൾ ഒരു DB കോണ്ടെക്സ്റ്റ്, അതായത് നമുക്ക് ഡേറ്റാബേസിനകത്തോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഡേറ്റാസ് എല്ലാം നമുക്ക് ഡേറ്റാബേസിനകത്തോട്ട് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ DB കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തു. ആ DB കോണ്ടെക്സ്റ്റ് നമ്മളിവിടെ പുതിയൊരു കൺസ്ട്രക്ടർ നമ്മളിവിടെ ആഡ് ചെയ്ത്, കൺസ്ട്രക്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്രോഗ്രാം CS-നകത്ത് നമ്മളിവിടെ യൂസ് SQLite വെച്ചിട്ട് കണക്ഷൻ സ്ട്രിങ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ DB കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന രീതി.